മദ്യനിർമ്മാണ പ്ലാന്റിന് അനുമതി നൽകിയതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് നടത്തിയ നിയമസഭാ മാർച്ചിൽ സംഘർഷം. 17 തവണ പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. എക്സൈസ് മന്ത്രി രാജിവെക്കും വരെ സമരവുമായി മുന്നോട്ടു പോകുമെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു നിയമസഭയിലേക്കുള്ള മാർച്ച്. പതിവ് സ്ഥലത്ത് പോലീസ് ബാരിക്കേഡ് വെച്ച് മാർച്ച് തടഞ്ഞു. ഉദ്ഘാടനത്തിന് മുൻപ് ഒരു റൗണ്ട് പ്രതിഷേധവും 2 റൗണ്ട് ജലപീരങ്കിയും. മാർച്ച് ഉദ്ഘാടനം ചെയ്തത് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ. രാജ്യത്തെ തട്ടിപ്പുകാരുടെ കാവലാളാണ് മുഖ്യമന്ത്രി എന്ന് രാഹുൽ. നാട്ടിലെ സകല തട്ടിപ്പുകാരുടെയും കാവലാളായി കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ മാറുമ്പോൾ ആ തട്ടിപ്പ് കമ്പനികൾക്ക് പിണറായി വിജയനെ മുട്ടിച്ചു കൊടുക്കുന്ന ഏജന്റിന്റെ പണിയാണ് ശ്രീ എം.ബി. രാജേഷ് എന്ന കേരളത്തിന്റെ എക്സൈസ് വകുപ്പ് മന്ത്രിക്കുള്ളത്. എം.ബി. രാജേഷ് വാങ്ങിയ പണം തിരികെ കൊടുക്കുന്നതായിരിക്കും കുറെ കൂടി നല്ലത്. ഉദ്ഘാടനം കഴിഞ്ഞു. പ്രതിഷേധം കനത്തു. കല്ലുകളും വടികളും പോലീസിന് നേരെ പാറിപ്പറന്നു. ലാത്തിയെടുത്തില്ല, പകരം ജലപീരങ്കി. 1ഉം 2ഉമല്ല, 17 വട്ടം. പിന്നീട് റോഡ് ഉപരോധം. MG റോഡിൽ പ്രവർത്തകർ കുത്തിയിരുന്ന് മുദ്രാവാക്യം വിളിച്ചു. നിയമസഭയ്ക്കുള്ളിലും പുറത്തും വിഷയം കത്തിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. മീഡിയ 1 തിരുവനന്തപുരം.